ബഡ്ജറ്റ് നെക്സ്റ്റ് ഒരു ബഡ്ജറ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു ടാക്സ്, അതായത് എസ്റ്റേറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെന്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത് ഗവൺമെൻറ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ്, അത് ലോങ് ടേം ആയാലും ശരി ഷോർട്ട് ടേം ആയാലും ശരി, ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനനുസരിച്ച് വരാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. STTയും ആ രീതിയിലും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ ലൈനിൽ തന്നെ പോകണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്റിൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമില്ല. അതായത് അവർ ആ ക്യാപിറ്റൽ ഗെയിൻസ് ടാമ്പർ ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാര്യം അവർ കൂടുതലും കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം, അതായത് ഇൻകം ടാക്സ്, പ്രോഡക്ട്സിൻ്റെ വില, GST കൂടെ കുറയ്ക്കുക എന്നല്ലാതെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഇമ്പോർട്ടൻസ് തരാൻ ചാൻസ് ഇല്ല. കാര്യം ഒന്നാമത്തെ കാര്യം, നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരെ ഇപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് നല്ലൊരു സിറ്റിസനാണ്, നല്ലൊരു ഫിനാൻസ് മിനിസ്റ്ററാണ്. പക്ഷേ അവരൊന്നും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആവണമെങ്കിൽ ചിദംബരം പോലത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ്, ചിദംബരം എന്ന് പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമൻ നല്ലതെന്നല്ല. അതായത് മാർക്കറ്റിനോട് ഇഷ്ടമുള്ള, ഇപ്പോൾ ട്രംപിന് ഈ റിയൽ എസ്റ്റേറ്റിനെയും സ്റ്റോക്സിനെയും ഇഷ്ടമാണ്. അതേപോലെ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മിനിസ്റ്ററോ വരുമ്പോഴാണ് ആ ഇൻഡസ്ട്രിക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നത്. നിർമ്മല സീതാരാമൻ മാഡം എന്ന് പറയുന്നത് പൊതുവേ ഒരു ഹൗസ് വൈഫാണ്, സാധാരണ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡാണ്. ജനങ്ങളുടെ പ്രോഡക്ട്സ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇൻകം ടാക്സ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണമെന്നല്ലാതെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യം എന്താ, ക്യാപിറ്റൽ മാർക്കറ്റ് നിങ്ങൾക്ക് എഫേർട്ട് ഇല്ലാതെ കിട്ടുന്ന കാശാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ടാമ്പറിങ് വരുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഈ പറയുന്ന പോലെ ഈ ടാക്സ് ആണോ കാരണം ഇന്ത്യൻ മാർക്കറ്റ് താഴെ വരുന്നത് വെച്ചാൽ അല്ല കേട്ടോ. കാര്യം വെച്ചാൽ ഇപ്പം നിങ്ങൾ 100% പ്രോഫിറ്റ് ഉണ്ടാക്കിയ 15% ടാക്സ് ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ വലിയ രീതിയിൽ റിട്ടേൺ വരാതിരിക്കുമ്പോഴാണ് ഈ ടാക്സ് ഒക്കെ പ്രോബ്ലമാണ്. നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്.